നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ നമ്പർ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഹൈപ്പ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ വായന കാണുക. തലക്കെട്ട് കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഈ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യത്തിനായി കാതോർത്തിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഈ വ്യക്തിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളെ ഉപേക്ഷിച്ചു പോയപ്പോൾ ഈ വ്യക്തിക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ വ്യക്തി എന്തെങ്കിലും നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ടോ, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാനായി പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതൊരു റിപ്പീറ്റേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ തനി ആവർത്തനമായിട്ടുള്ള ഒരു കാലചക്രമായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി എല്ലാ തരത്തിലും വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരാളല്ല. വളരെ നെഗറ്റീവായി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഈ പേഴ്സൺ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി ഈ വ്യക്തി എല്ലാ തരത്തിലും തടസ്സങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ചെയ്തു കൊടുത്ത നന്മകൾ, നിങ്ങൾ ഈ വ്യക്തിയോട് ചെയ്തിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ, നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിച്ചിട്ടുള്ള രീതികൾ, ഇവയൊന്നും തന്നെ അത്ര വലിയ കാര്യമല്ല എന്നുള്ള രീതിയിലായിരുന്നു ഈ വ്യക്തിയുടെ മനോഭാവം. അത്യാവശ്യത്തിൽ കൂടുതൽ അഹങ്കാരവും അഹംഭാവവും ഉണ്ടായിരുന്ന ഒരു സ്വഭാവമായിരുന്നു ഈ വ്യക്തിയുടേത്. അതുകൊണ്ട് തന്നെ തനിക്ക് അല്ലെങ്കിൽ തൻ്റെ ജീവിതമാണ് ഏറ്റവും വലുതെന്നും മറ്റുള്ളവരുടെ ജീവിതത്തിന് ഒരു കുന്നിക്കുരുവിന്റെ വില പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്താണെങ്കിലും മറ്റുള്ളവരുടെ അടുത്താണെങ്കിലും പെരുമാറിയിരുന്നത്. നിങ്ങൾ പോയാൽ വേറൊരു വ്യക്തി ആ സ്ഥാനത്ത് വരുമെന്നും അതുപോലെ ഈ പ്രണയബന്ധം അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതില്ല എന്നുമാണ് ഈ പേഴ്സൺ ചിന്തിച്ചിരുന്നത്. പക്ഷേ കാലചക്രം അത് നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിയെ പലതരത്തിലുള്ള പാഠങ്ങൾ പഠിപ്പിച്ചു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു സത്യം തന്നെയാണ്. ഈ വ്യക്തി പല വിധത്തിലും നിങ്ങളെ ദൂരേക്ക് കളയാനായിട്ട് ശ്രമിച്ചു, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം വേണ്ടാന്ന് വെക്കാനൊക്കെ ശ്രമിച്ചു എങ്കിൽ പോലും ഈ വ്യക്തിക്ക് ആദ്യമൊക്കെ ഈ നിങ്ങളെ ഉപേക്ഷിച്ചു പോയപ്പോൾ സന്തോഷമായി തോന്നിയെങ്കിൽ പോലും, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കൂട്ടുകൂടിയപ്പോൾ നിങ്ങൾ ഇനി കൂടെയില്ലെങ്കിൽ കുഴപ്പമില്ല, നീ കൂടെയില്ലെങ്കിലും ഞാൻ മുന്നോട്ട് ജീവിച്ചു പോകുമെന്നുള്ളൊരു ചിന്താഗതി ആദ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് അതങ്ങ് മാഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു ജീവിതത്തിന്, അതായത് നിങ്ങളില്ലാത്ത ആ ഒരു ജീവിതത്തിന് ഒരു നീർക്കുമിളയുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ വ്യക്തിയുടെ മാനസിക നില വളരെ മോശം അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. കാരണം വളരെ പെട്ടെന്ന് തന്നെ ഡിപ്രഷനിലേക്ക് പോവുകയും അല്ലെങ്കിൽ ഒരു സ്വസ്ഥമായും സുഖമായും ഇരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കുമാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി പലതരത്തിലും പോസിറ്റിവിറ്റിയിലേക്ക് വരാൻ ശ്രമിച്ചെങ്കിൽ പോലും കൂടുതലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ആ ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഒരു ചിന്തകൾ എന്ത് തന്നെയാണെങ്കിൽ പോലും അത് വളരെയധികം നെഗറ്റീവായിട്ടാണ് ഈ വ്യക്തിയെ ബാധിച്ചിരുന്നത്. കാരണം ഈ വ്യക്തിക്ക് ഒരു തരത്തിലും നിങ്ങളെ മാറ്റി നിർത്താൻ സാധിക്കാത്ത വിധത്തിലുള്ള ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിനെ കീറി മുറിച്ചുകൊണ്ട് ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ വേദനിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഈ വ്യക്തിക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങളില്ലെങ്കിലും ഈ പേഴ്സൺ സന്തോഷമായിട്ട് ജീവിക്കും എന്നുള്ളൊരു ചിന്താഗതി മുഴുവനുമായി തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിലാണ് ഈ പേഴ്സൺ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ വളരെ നിരുത്സാഹത്തോടു കൂടി അല്ലെങ്കിൽ ശുഭ പ്രതീക്ഷയോടു കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
അതിനു വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകളിലൂടെയാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിനെ കുറിച്ച് ഓർത്ത് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പുതിയ തുടക്കം എപ്പോഴായിരിക്കും ഉണ്ടാവുക എന്നുള്ള ചിന്തകളെ കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും മര്യാദക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള തടസ്സങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരു തരത്തിലും സന്തോഷിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ പേഴ്സന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും അതിൽ വളരെ മനസ്സുകൊണ്ട് വളരെയധികം പോസിറ്റീവായിട്ട് നിൽക്കുകയും ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് നിങ്ങൾ മാത്രമാണ്. അത് പലപ്പോഴും ഈ വ്യക്തി മറന്നുപോയി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് വസ്ത്രം മാറ്റുന്നത് പോലെയാണ് ഓരോ വ്യക്തികളെയും മാറ്റിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു മനോഭാവമായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഒന്നും തന്നെ വേണ്ട, ആരും ഈ വ്യക്തിയോടൊപ്പം ഉണ്ടാവുകയുമില്ല, ആരുടെയും കൂടെ ഈ വ്യക്തിയും ഉണ്ടാവുകയില്ല, ആ ഒരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ മറ്റു പലവരെയും പെട്ടെന്ന് മറന്നു കളയുന്നത് പോലെ നിങ്ങളെ മറന്നു കളയാൻ മാത്രം ഈ വ്യക്തിക്ക് സാധിച്ചില്ല എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രതിഭാസം തന്നെയാണ്. അത് ഒരിക്കലും നിങ്ങളെ മറക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മനസ്സിലെ നന്മ കൊണ്ട് മാത്രമാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അത് മാത്രമല്ല, ഈ പേഴ്സൺ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലെ നന്മയാണ്. അല്ലെങ്കിൽ നിങ്ങൾ വളരെ പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാനാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പല വിധത്തിലും ഒരുപക്ഷെ കാലിടറിപ്പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പ്രതിസന്ധിയിൽ വളരെയധികം കരഞ്ഞ് നിലവിളിച്ചിരിക്കുന്ന ഒരു സമയത്തായിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പൊ ആദ്യമൊക്കെ ഈ പേഴ്സൺ വളരെ സപ്പോർട്ടോട് കൂടിയും വളരെ സന്തോഷത്തോടു കൂടിയും നിങ്ങളുടെ കൂടെ ഇരിക്കുകയും, എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയുടെ സ്വഭാവം മാറുകയും നിങ്ങളോടുള്ള മനോഭാവം മാറുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തു തന്നെ ആയാലും ഇപ്പോൾ ഈ ഒരു പ്രണയബന്ധത്തിൽ നിങ്ങളെക്കാൾ ഉപരി ഈ വ്യക്തി എന്ത് റിസ്കും എടുത്തുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കാരണം ഈ ഒരു പ്രണയബന്ധത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുള്ളത് നിങ്ങളാണ് എന്ത് ത്യാഗം സഹിക്കാനും എന്തും ചെയ്യാനും തയ്യാറായിട്ട് നിന്നത്. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി അത്രമാത്രം ഒരു ആത്മാർത്ഥതയോ കഷ്ടപ്പാടോ ഒന്നും തന്നെ ഈ പ്രണയബന്ധത്തിന് വേണ്ടി എടുത്തിട്ടില്ലായിരുന്നു. നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിക്ക് വേണ്ടി സമയം ചെലവഴിച്ചിട്ടുള്ളതും ഈ വ്യക്തിക്ക് വേണ്ടി പണം ചെലവാക്കിയിട്ടുള്ളതും എല്ലാം തന്നെ. പക്ഷെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു, പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. പ്രണയബന്ധത്തിന്റെ പുതിയൊരു ഘട്ടത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എപ്പോഴും മാറ്റങ്ങൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ മാറ്റങ്ങളിലൂടെ മുന്നോട്ട് വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. എന്ത് തന്നെയായാലും വളരെ മനോഹരമായിട്ടുള്ള വായനയായിരുന്നു. എന്തായാലും ഒറ്റപ്പെടലിന്റെ വേദനയിലൂടെ ഈ വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളെ കുറിച്ചിട്ടുള്ള പ്രാധാന്യം ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ പോകാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുകയില്ല. ചില ബുദ്ധിമുട്ടുകളും ചില മനോവിഷമങ്ങളും ചില തകർച്ചകളും എല്ലാം തന്നെ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതിലൂടെ തന്നെ ഈ വ്യക്തിക്ക് നഷ്ടങ്ങൾ ഉണ്ടാവുകയും ആ നഷ്ടം നികത്തണമെങ്കിൽ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സ് സന്തോഷിക്കണമെങ്കിൽ പരിപൂർണമായും നിങ്ങൾ തന്നെ കൂടിയേ തീരൂ, നിങ്ങൾ തന്നെ ഉറപ്പായും വേണം എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ ഇനി സന്തോഷിക്കാം എന്നുള്ളൊരു മനോഭാവത്തോടെയും തീരുമാനത്തോടെയുമാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. പണ്ടത്തേതുപോലെയല്ല, ഇപ്പോൾ ഈ വ്യക്തി മാനസികപരമായിട്ട് ഒരുപാട് പ്രിപ്പറേഷൻ നടത്തുന്നുണ്ട്, തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. സംസാര രീതിയിലാണെങ്കിലും പെരുമാറ്റ രീതിയിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ പേഴ്സൺ പരിശ്രമിക്കുന്നുണ്ട്. കാരണം അതിലൂടെ മാത്രമേ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ പേഴ്സൺ തിരിച്ചറിയുകയാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഈ വായനയുടെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും.
അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.